ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ ചർച്ചകൾ പരാജയം. അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ നിന്നും മടങ്ങി. തങ്ങളുടെ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തതാണ് ചർച്ചകൾക്ക് തിരിച്ചടിയായത് എന്നാണ് വിശദീകരണം. The bad news is that we have not reached an agreement, and I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. But the simple fact is that we need to see an affirmative commitment that they will not seek a nuclear weapon, and they will not seek the tools that would enable them to quickly achieve a nuclear weapon. That is the core goal of the President of the United States, and that's what we've tried to achieve through these negotiations. Again, their nuclear program, such as it is, the enrichment facilities that they had before, they've been destroyed. But the simple question is, do we see a fundamental commitment of will for the Iranians not to develop a nuclear weapon, not just now, not just 2 years from now, but for the long term? We haven't seen that yet. We hope that we will. അതേസമയം അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൈ എക്സിൽ കുറിച്ചത്. ചർച്ച അത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ പരാജയപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അജയ് സുധാബിജു ചേരുന്ന വിവരങ്ങളുമായി. അജയ്, പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചർച്ചയായിരുന്നു, പക്ഷേ അതിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ആശങ്കയാണല്ലോ. എന്തുകൊണ്ടാണ് ചർച്ച പരാജയപ്പെട്ടത്? എൽദോ, തീർച്ചയായിട്ടും ഇറാന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഉപാധികൾ തന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി തുടരുന്നത്. ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ഈ ചർച്ചയുടെ ഭാഗമായി വച്ചിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ആദ്യം നിശ്ചയിച്ചിരുന്ന ഒരു 15 നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഈ 2 നിർദ്ദേശങ്ങളിലെയും പല പ്രധാന പോയിന്റുകളും പരസ്പരം കോൺട്രഡിക്ടറിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇറാന്റെ 10 നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങൾ, അതിന് അംഗീകാരം വേണം. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ ഇറാന്റെ ഒരു ആണവ അവകാശങ്ങളിൽ പെടുന്നുണ്ട്. ഇതിന് ഒരു ആഗോള അംഗീകാരം വേണം എന്നതാണ്. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും സുപ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നാണ്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണമെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നതുമാണ്. എന്നാൽ ഈ ഒരു 2 പോയിന്റിലുമുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെയാണ് ഈ ചർച്ചകൾക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി.